നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ നിൽക്കുന്ന 5 ദുഷ്ടശക്തികൾ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ യുദ്ധഭൂമി പുറത്തല്ല, അത് അവൻ്റെ ഉള്ളിലാണ്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഇരുണ്ട കോണുകളിൽ ഒളിച്ചിരിക്കുന്ന ചില ദുഷ്ടശക്തികൾ നിശബ്ദമായി നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കുന്നു. ഭഗവത്ഗീത പോലും പറയുന്നത് ഇതാണ്: മനസ്സ് ജയിച്ചവൻ ലോകം ജയിച്ചു എന്നാണ്. നമ്മുടെ തോൽവിക്ക് കാരണമാകുന്ന 5 ദുഷ്ടശക്തികൾ ഇവയാണ്. അതിലൊന്നാണ് ഭയം. മുന്നോട്ട് പോകുവാൻ തടയുന്ന ഒരു അദൃശ്യ ചങ്ങല. ഭയം ഇരുണ്ട ഒരു നിഴൽ പോലെയാണ്. അത് നമ്മോട് പറയുന്നു, നിനക്ക് കഴിയില്ല, നീ പരാജയപ്പെടും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഭയം യാഥാർത്ഥ്യമല്ല, അത് നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച ഒരു മതിലാണ്. ആ മതിൽ തകർന്നാൽ നിന്റെ ഉള്ളിലെ ശക്തി ഒരു പ്രകാശമായി തെളിയും. രണ്ടാമത് സംശയമാണ്, ഡൗട്ട്. സ്വന്തം ശക്തിയെ മറക്കുന്ന വിഷമാണ് ഇത്. ഞാൻ മതിയാവില്ല, ഞാൻ അർഹനല്ല എന്ന ചിന്തകൾ നിന്റെ ആത്മവിശ്വാസത്തെ പതുക്കെ പതുക്കെ കൊന്നുകളയും. നീ ഒന്നും മറക്കരുത്, നിന്റെ ഉള്ളിൽ അസാധാരണമായൊരു ശക്തി ഉറങ്ങിക്കിടക്കുന്നു. സംശയം അതിനെ ബന്ധിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് മടുപ്പാണ്. അതായത് നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന മൗന ശത്രു ആണ് മടുപ്പ്. മടുപ്പ് ഒരു മൃദുവായ കിടക്ക പോലെയാണ്. അത് നിനക്ക് സൗകര്യം നൽകും, പക്ഷേ നിന്റെ ഭാവിയെ അത് കവർന്നു കളയും. വിജയം ഒരിക്കലും മടിയന്മാരെ തേടി വരില്ല, അത് പരിശ്രമിക്കുന്നവരെ തേടി മാത്രമേ എത്തൂ. അഹങ്കാരം അഥവാ ഈഗോ നമ്മിൽ നിന്ന് തകർക്കാൻ ആ ഒരു മതിലാണ് അത്. അഹങ്കാരം നിനക്ക് തെറ്റായ രാജാവിൻ്റെ കിരീടം നൽകും, പക്ഷേ അത് നിന്നെ വളരാനും പഠിക്കാനും അനുവദിക്കില്ല. വിനയമുള്ളവൻ ഉയരും, അഹങ്കാരമുള്ളവൻ ഒടുവിൽ ഒറ്റപ്പെടും. നെഗറ്റീവ് ചിന്ത പ്രകാശം കെടുത്തുന്ന ഇരുട്ടാണ്. നിന്റെ ചിന്തകൾ നിന്റെ ജീവിതത്തിൻ്റെ വിത്തുകളാണ്. നെഗറ്റീവ് ചിന്തകൾ വിതച്ചാൽ ദുഃഖമാണ് വളരുക, പോസിറ്റീവ് ചിന്തകൾ വിതച്ചാൽ വിജയം പൂക്കും. ഈ എല്ലാ ശക്തികളും നിൻ്റെ ഉള്ളിലാണ്. പക്ഷേ സന്തോഷകരമായൊരു സത്യം ഇതാണ്: അവയെ തോൽപ്പിക്കാനുള്ള കഴിയും ശക്തിയും നിൻ്റെ ഉള്ളിലുണ്ട്. നീ ഭയത്തെ ധൈര്യത്തോടെ മാറ്റുമ്പോൾ, സംശയത്തെ വിശ്വാസത്തോടെ മാറ്റുമ്പോൾ, മടുപ്പിനെ പരിശ്രമത്തോടെ മാറ്റുമ്പോൾ, അഹങ്കാരത്തെ വിനയത്തോടെ മാറ്റുമ്പോൾ, നെഗറ്റീവ് ചിന്തയെ പ്രതീക്ഷ കൊണ്ട് മാറ്റുമ്പോൾ, അപ്പോൾ നിൻ്റെ ജീവിതം തന്നെ മാറും. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നത് ഒരു വിജയിയാണ്.